അങ്ങനെ സമാധാന ശ്രമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും യുക്രൈനിൽ റഷ്യയുടെ തീയാട്ടം. ചർച്ചകൾ എല്ലാം തന്നെ വിഫലമാക്കിക്കൊണ്ട് ഇരു രാജ്യങ്ങളും പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ്. സമാധാന ചർച്ചകളിൽ ഒടുങ്ങാത്ത തരത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധം അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് തന്നെ പോവുകയാണ്. യുദ്ധത്തിൽ ചില അതിർരേഖകൾ ഇരു രാജ്യങ്ങളും പാലിച്ചിരുന്നു. എന്നാൽ ഈ അതിർരേഖകളെല്ലാം തന്നെ ഭേദിച്ചുകൊണ്ട് യുദ്ധം തുടരുകയാണ്. ഇതുവരെ യുക്രൈന്റെ സർക്കാർ മന്ദിരങ്ങളെ റഷ്യ ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതും സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രിസഭാ മന്ദിരത്തിനു നേർക്കാണ് റഷ്യ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നത്. യുക്രൈന്റെ തലസ്ഥാനമായ കീവിലാണ് റഷ്യയുടെ വൻ ആക്രമണം. രണ്ടാഴ്ചയ്ക്കുള്ളിൽ കീവിൽ നടക്കുന്ന രണ്ടാമത്തെ വലിയ മിസൈൽ ആക്രമണമാണ് ഇത്. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. വലിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ മന്ത്രിസഭാ മന്ദിരത്തിൽ നിന്ന് പുക ഉയർന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആക്രമണത്തിൽ 2 പേർ മരിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. മരിച്ചവരിൽ 1 വയസ്സുള്ള ഒരു കുട്ടിയും ഉൾപ്പെടുന്നു. ആക്രമണത്തിൽ 11 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർ എത്തി കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്തതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കീവിലെ പടിഞ്ഞാറൻ സ്വിയാറ്റോഷിൻസ്കി ജില്ലയിലെ 9 നിലകളുള്ള ഒരു കെട്ടിടത്തിന്റെ നിരവധി നിലകൾ ഭാഗികമായി തകർന്നതായും റിപ്പോർട്ടുണ്ട്. ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് 16 നിലകളുള്ള ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലും 9 നിലകളുള്ള 2 കെട്ടിടങ്ങളിലും തീപിടുത്തമുണ്ടായിട്ടുണ്ട്. യുക്രൈന്റെ നഗരമായ ക്രെമൻചുകിൽ ഡസൻ കണക്കിന് സ്ഫോടനങ്ങൾ ഉണ്ടായതായും പ്രദേശത്തെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതായും റിപ്പോർട്ട് വരുന്നുണ്ട്. എന്നാൽ അതേസമയം കീവ് ആക്രമണത്തിന് മറുപടിയായി റഷ്യയിലെ ബ്രയാൻസ്ക് മേഖലയിലെ ഡ്രുഷ്ബ എണ്ണ പൈപ്പ് ലൈൻ യുക്രൈൻ ആക്രമിച്ചിരിക്കുകയാണ്. ഹംഗറിയിലേക്കും സ്ലോവാക്യയിലേക്കും എണ്ണ വിതരണം ചെയ്യുന്ന ട്രാൻസിറ്റ് പൈപ്പ് ലൈനാണ് യുക്രൈൻ ആക്രമിച്ചിരിക്കുന്നത്. വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് വരുന്ന റിപ്പോർട്ടുകൾ. റഷ്യയ്ക്ക് നേരെയും യുക്രൈൻ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. റഷ്യയുടെ ഊർജ്ജ നിലയങ്ങളെ കേന്ദ്രീകരിച്ചാണ് യുക്രൈൻ ആക്രമണം നടത്തുന്നത്. നിരവധി ഡ്രോണുകൾ റഷ്യയ്ക്ക് നേരെ തൊടുത്തുവെന്നാണ് റിപ്പോർട്ട്. ഏതായാലും റഷ്യ ഉക്രൈൻ യുദ്ധം അതിന്റെ ഉച്ചസ്ഥായിയിൽ തന്നെ നിലകൊണ്ട് നിൽക്കുകയാണ്. 1 ഇഞ്ച് പോലും പുറകോട്ടില്ല എന്ന് പുടിൻ പറയുമ്പോഴും സെലൻസ്കി അതിനൊത്ത് തന്നെ പ്രതിരോധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് യുക്രൈനും ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ യുദ്ധം അതിന്റെ ഉച്ചസ്ഥായിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ സമാധാന ചർച്ചകളൊക്കെ വിഫലമാകുന്നു എന്നുള്ളതാണ് വരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ മാസമാണ് അലാസ്കയിൽ വെച്ച് നടന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ച. പക്ഷേ ഏറെ പ്രതീക്ഷയുള്ള ആ ഒരു കൂടിക്കാഴ്ച വിഫലമായി എന്ന് തന്നെയാണ് നമുക്ക് അതിനുശേഷം കിട്ടിയ റിപ്പോർട്ടുകൾ. ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ ഒരുപാട് സാധ്യതകളായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ അലാസ്ക ചർച്ച പാളിപ്പോയി എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. വീണ്ടും സെലൻസ്കിയുമായി ചർച്ച ചെയ്തപ്പോഴും ട്രംപിന് അത്രത്തോളം ഒരു സമാധാനത്തിലേക്ക് ഇരു രാജ്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ കയ്യേറ്റം നടന്നിട്ടുള്ള ഭൂപ്രദേശങ്ങളുടെ കാര്യങ്ങളിലായിരിക്കാം ഇരു കൂട്ടരും ഒരു തരത്തിലും ഒരു സമാധാന ചർച്ചയിലേക്ക് പോകാത്തത്. ഏതായാലും പുടിൻ ഒരു തരത്തിലും പുറകോട്ട് പോകാതെ തന്നെ നിൽക്കുമ്പോൾ സെലൻസ്കി മറുഭാഗത്ത് തന്നെ നിൽക്കുകയാണ്, പ്രതിരോധിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഈ ഒരു യുദ്ധം അതിൻ്റെതായ ഉച്ചസ്ഥായിയിൽ തന്നെ പോകുമ്പോൾ നിരവധി നാശനഷ്ടങ്ങളാണ് ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സമാധാനത്തിന് നൊബേൽ സമ്മാനം ആഗ്രഹിച്ച ട്രംപിന്റെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പെടാപ്പാട് പെട്ടിട്ട് പോലും അത് സാധിച്ചില്ല എന്നുള്ളതാണ് ഈ വരുന്ന വാർത്തകളൊക്കെ തന്നെ. ഗസ ഇസ്രായേൽ യുദ്ധവും അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ഈ 2 യുദ്ധങ്ങളിലും ട്രംപിന് വേണ്ടുന്ന രീതിയിൽ അതിന് പ്രതിരോധം സൃഷ്ടിക്കുവാനോ അല്ലെങ്കിൽ അത് സമാധാനത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുവാനോ ട്രംപിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഇസ്രായേൽ ഗാസയോടുള്ള പോരാട്ടം കടുപ്പിച്ചു തന്നെ കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിലും ഒരു സമാധാന ചർച്ച വിഫലമായി എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. അതിനോടൊപ്പം തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം, ഈ 2 യുദ്ധങ്ങളും ഒരു പക്ഷേ ട്രംപിന് ഭരണം ഏറ്റെടുത്തപ്പോൾ തന്നെ കൊടുത്ത വാക്ക് ഇതുവരെ പാലിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. റഷ്യ നേരത്തെ ഉള്ളതിനേക്കാളും യുദ്ധം കടുപ്പിച്ചു എന്നുള്ളതാണ് ഈ ഒരു ആക്രമണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിനു മുന്നേ സർക്കാരിന്റെ നിലയങ്ങളിലൊന്നും തന്നെ മന്ദിരങ്ങളിലൊന്നും തന്നെ റഷ്യ ആക്രമണം നടത്തില്ലായിരുന്നു. തിരിച്ചു അങ്ങോട്ടും യുക്രൈൻ അത് തന്നെ പാലിച്ചിരുന്നു. പക്ഷേ ഈ അതിർരേഖകൾ, ചില അതിർവരമ്പുകൾ, യുദ്ധത്തിനിടയിലുള്ള ചില അതിർവരമ്പുകളൊക്കെ തകർത്തുകൊണ്ടാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും യുദ്ധം ചെയ്യുന്നത്. അത് ഒരു പക്ഷേ ഇരു രാജ്യങ്ങൾ വൻ നാശനഷ്ടങ്ങളിലേക്കും ജീവഹാനികൾ, നിരവധി ജനങ്ങളുടെ ജീവന് ഭീഷണിയായിക്കൊണ്ട് തന്നെയാണ് യുദ്ധം കടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.